കാരണത്തിൽ ഇൻകം ടാക്സ് അല്ല പ്രതി. ഇൻകം ടാക്സ് അവിടെ റെയ്ഡ് നടന്നിട്ടില്ല. ഇൻകം ടാക്സ് പിടിച്ചെടുത്ത കുറെ രേഖകൾ അത് റോയുടെ സേഫിൽ വെച്ച് പൂട്ടിയിരിക്കണം. അതെടുക്കാനാണ് അന്ന് അവിടെ ചെന്നത്. അതുകൊണ്ട് ഒരു പോലീസ് അകമ്പടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രേഖകൾ തുറന്നെടുത്തു തരാൻ പറഞ്ഞപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ പോയി ലോക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം നിറയൊഴിച്ചത്, നെഞ്ഞെത്തിക്കാനും നിറയൊഴിച്ചത്. അതാണ് ഉണ്ടായത്. അല്ലാണ്ട് ഇപ്പൊ ഇതില് പ്രതികൾ നമ്മുടെ ഇഡിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ഇതൊരു കൊലപാതകത്തിൽ ഒരു ദുരൂഹതയും ഇല്ല. കാരണം നമ്മൾ പറയാം, ആദ്യകാലത്ത് 900 രൂപ ഒരു സെന്റിനുള്ള സ്ഥലം ആദ്യ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ 300 ഏക്കർ മേടിച്ചു. ആ 300 ഏക്കർ ഒരാൾ തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണ്. ആ സ്ഥലം ബാംഗ്ലൂർ ഡെവലപ്പായോട് കൂടിയിട്ട് ഒരു സെന്റിന് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയായി വില. ആ ഒരു സ്ഥലം വിറ്റതിൽ ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് ശരിക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്ന റോയുടെ കയ്യിലേക്ക് എത്തുന്നത്. അതൊരു ഭാഗ്യമാണ്. അതൊരു തിരുമേനിയും കൂടി ആയിട്ടാണ് മേടിച്ചത്. പക്ഷെ തിരുമേനിനെ എന്തോ ഇവർ തമ്മിൽ അടഞ്ഞോട് കൂടിയിട്ട് തിരുമേനിനെ എന്തോ പ്രശ്നം ഉണ്ടായി, തിരുമേനി ജയിലിൽ പോയി, ഇവർ തമ്മിലുള്ള വഴക്കുണ്ടായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദുബായ് എന്ന് പറഞ്ഞ രാജ്യം എത്ര കോടി കള്ളപ്പണം നമ്മുടെ കയ്യിലുണ്ടോ അതുകൊണ്ട് വെളുപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് ദുബായ്. അതുകൊണ്ട് റോയ് ഇവിടുന്ന് വലിയ ദശലക്ഷം കോടി രൂപ ഇവിടെ ഉണ്ടാകുന്ന കാശ് അവിടെ കൊണ്ടുപോയി വെളുപ്പിക്കാൻ നോക്കിയെന്നാണ് പറയണത്. നമുക്കറിയില്ല. പിന്നെ ഇതുപോലെ തന്നെ മോഹൻലാലിന്റെ കാസിനോവ മരക്കാൽ ഒരു ഈ കടലിലെ സിംഹം കുഞ്ഞാലി മരക്കാലിനെ കുറിച്ചൊരു പടം ഉണ്ടായിരുന്നു. അതിന് കോടികളുടെ ചെലവാണ് കാണിച്ചു പോകുന്നത്. പക്ഷെ അത്ര ചെലവ് വന്നിട്ടില്ല. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം സിനിമയാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇഡി എൻഫോഴ്സ്മെന്റും റോയിന് നോട്ടമിട്ടതാണ്. അതും അവര് വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ദുബായിൽ ആഡംബരമായുള്ള ഒരു ഹോട്ടലിൽ വലിയ പണക്കാരെ ഒരു പാർട്ടി നടന്നു. കോടികളുടെ ബിസിനസ്സിലാണ് റോയിക്ക് കിട്ടിയത്. ഇവിടെ റോയി അറസ്റ്റ് ചെയ്തപ്പെട്ടാൽ റോയിയുടെ കംപ്ലീറ്റ് ബിനാമികളും പൈസ തിരിച്ചു വയ്ക്കും. കംപ്ലീറ്റ് ബിനാമികൾ പൈസ തിരിച്ചു ചോദിച്ചാൽ ആ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസയുടെ ബാലൻസ് ഉണ്ടാവില്ല. തിരിച്ചു കൊടുക്കാനുള്ള പൈസ തന്നെ തികയില്ല. ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ അല്ലേ. അപ്പോൾ റോയി അറസ്റ്റിലായാൽ ഇതെല്ലാം ഭയന്ന് പേടിച്ച് ഈ ഉണ്ടാക്കിയ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട് 1 രൂപ പോലും ഇല്ലാണ്ട് ജീവിക്കേണ്ട സ്ഥിതി വരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അല്ലാതെ ഇതിൽ ഇഡിക്കോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റിനോ ഒരു പങ്കുമില്ല.